ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ കേക്കിൻ്റെ പാക്കിങ്ങും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു. അന്നത്തെ ദിവസം തന്നെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ കഥകളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എൻഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒറ്റ വ്ളോഗാക്കിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു 8 ഡോണറ്റിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ബീറ്ററിലാണ് ഡോ ചെയ്യണത്. അപ്പം ഈ ഒരു ഡോണറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഡോണറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കണം കേട്ടോ. പിന്നെ ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് സ്റ്റാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പം അങ്ങനെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ കുനാഫൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുനാഫിൻ്റെ ഫില്ലിങ്സ് ആസ്ത എന്നാണ് പറയുക അതിനെ. അപ്പം ഇതെങ്ങനെ റെഡിയാക്കാന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക, കുനാഫ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആസ്ത റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം വേണം കുനാഫ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുനാഫേൻ്റെ ഡോ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക, കുക്കറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ലോ ഫ്ലെയിമിലിടേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ഒരു കോൾ വന്നപ്പം ആ കോളിലായിരുന്നു കേട്ടോ ശ്രദ്ധ. അപ്പോൾ അതിൽ എന്താ പറയുക, കുനാഫ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഷാള് വെച്ചിട്ടാണ് ഈ ഒരു കുക്കറിനെ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഇതിനെ പുറത്തെടുത്തത്. അപ്പോൾ ആ ഷാളൊക്കെ ആകെ ഉരുകിപ്പോയിട്ടോ. ഞാനിപ്പോൾ അവിടെ കൈ വെച്ചിട്ടായിട്ടാണ് കയ്യേറ്റൻ്റെ തട്ടിയതാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ ആകെ പൊള്ളിപ്പോയിരുന്നത്. അപ്പം അതിൽ രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് താഴ്ഭാഗം നന്നായിട്ട് കരിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് നോക്കും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നല്ല കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിട്ടാണ് തോന്നണത്. അപ്പോൾ ഇനി ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം വേറെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇനി കൂടുതലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ചൂടുള്ളതൊക്കെ തുറക്കണ സമയത്ത് നനഞ്ഞ ക്ലോത്ത് ചെയ്താൽ മതി. ഇതൊക്കെ ഈ ഒരു പാത്രമൊക്കെ നമ്മൾ കുക്കറിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈ നല്ല പൊള്ളും കേട്ടോ. അപ്പം ഉമ്മ എപ്പോഴും ചീത്ത അറിയാറുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാതെ എൻ്റെ ഷാളെന്നെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഉമ്മൻ്റെ അടുത്ത് നല്ല ചീത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ തിരക്കിൽ കിട്ടിയത് ചെയ്യുകയാണല്ലോ ചെയ്യുക, നല്ല തിരക്കാണ് സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മറിച്ച് വെച്ച് വെക്കുന്ന സമയത്ത് അധികമൊന്നും കേടുവന്നിട്ടില്ല കേട്ടോ, കരിഞ്ഞിട്ടില്ല. അപ്പോൾ മുകളിൽ കുറച്ച് ഡാർക്ക് കളറുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാനിവിടെ നേരത്തെ ബീറ്റ് ചെയ്ത കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച ക്രീം കണ്ടിട്ടില്ലേ, ഇതുപോലെ കുറച്ചിങ്ങനെ എന്താ പറയുക ബബിളായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തലേ ദിവസം ചെയ്യണ ക്രീമൊക്കെ ബാക്കിയുള്ള ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും, നല്ല തിക്കായ ക്രീമൊക്കെ ആണെങ്കിൽ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ക്രീമിനെ കിട്ടും. ആ തിക്കായിട്ടുള്ള ക്രീം ബബിളൊക്കെ വന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഫിനിഷിങ് കേക്കിന് വരില്ല. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുത്തതിൻ്റെ ശേഷം ഐസിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം ചെയ്തത് ആ ഒരു ബബിൾ വന്നിട്ടുള്ള ക്രീമായിരുന്നു. പിന്നെ ഇപ്പോൾ ചെയ്യണത് നമ്മളിപ്പോൾ സോഫ്റ്റ് ആക്കിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ചേഞ്ച് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഐസിങ് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഇത് കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. മുന്നേ ഞാനൊരു ടയർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡലിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ ഒറ്റ ടയറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ഞാനിവിടെ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഗണേഷ് വെച്ചിട്ടാണ് കളർ മിക്സ് ചെയ്തിട്ടാണ്, ബ്ലൂവും പിങ്കും കളർ മിക്സ് ചെയ്തിട്ടാണ് ഡ്രിപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ട്, അതായത് ബ്ലൂവും പിങ്കും മിക്സ്ഡ് ആയിട്ടുള്ള ഫോണ്ടൻറ്റ് ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോൾസിനെല്ലാം സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതുപോലെ ബോൾസിനെ വെച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതുപോലെ ഞാൻ ബോൾസ് മിക്സഡ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടോപ്പർ വെച്ച് കൊടുക്കണം. പിന്നെ സെൻട്രൽ ഭാഗത്തേക്കായിട്ട് ഒരു ബട്ടർഫ്ലൈ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാൻ ആ ഒരു 2 ടയർ കേക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റിക്കും അതുപോലെ ഒരു ബട്ടർഫ്ലൈ കിട്ടാം. അപ്പോൾ ഇവിടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടിപ്സും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര ടൈമാണ് ഡോനെ വെക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഒരുപാട് പൊങ്ങി ഓവർ സോഫ്റ്റായി പോവരുത്, ഓവറായിട്ട് പൊങ്ങി പോവരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചതിൻ്റെ ശേഷം കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്തതിനെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം ഫ്രൈ ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോൾ ഡോണറ്റ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ 2 മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമാണ് ഡോണറ്റ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെന്ന് പറയും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെറിയ ഡോണറ്റ് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ റൗണ്ട് കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യണ പണി ഞാൻ യൂസ് ചെയ്യണ ഷാൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ചൂടുള്ളത് ചെയ്യണം കേട്ടോ. ഇത് കാണുമ്പോഴാണ് ഉമ്മ എപ്പോഴും ചീത്ത അറിയാറുള്ളത്. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് പറയും, പക്ഷേ നമുക്ക് കിട്ടണത് ഏതാണോ അത് വെച്ചിട്ടാണ്ട് ചെയ്യും. അങ്ങനെ ഒരു ശീലമായി പോയിട്ടാ. അപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും, ഉമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ കാര്യമാക്കി എടുക്കാറില്ല. അപ്പോൾ ഇവിടെ ഡോണറ്റ് ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് കുനാഫിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ അതിലേക്ക് ഞാൻ പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഡെലിവറി ചെയ്യാറുള്ളത് കേട്ടോ. അത് ടോപ്പ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് സിറപ്പ് വെച്ച് കൊടുക്കും, എന്നിട്ട് ഒന്ന് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കുനാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഡോണറ്റ് ഓരോന്നായിട്ട് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് റേഡിയൻ പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ജെൽ കളറാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിട്ട് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ പേൾസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 5 വെച്ചിട്ടുള്ളൂ. ടോട്ടൽ 8 ഡോണറ്റാണ് ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഇതും ഒന്നിച്ചിട്ട് ഡെലിവറി ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം വൈകിട്ടാണ്, ഒരു 6 മണിൻ്റെ മുന്നായിട്ടാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം ബാക്കിയുള്ള കേക്കെല്ലാം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രം കോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രാത്രിക്ക് ഇടുന്നത് കേട്ടോ. ഫൈനൽ കോട്ടിങ് രാവിലെ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പം കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഓരോ വർക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള സ്ക്വയർ കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ന്യൂ ഇയർ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും ന്യൂ ഇയർ കേക്കിന് ഇങ്ങനെ കുറേശ്ശായിട്ട്, അതായത് ഒരു 10-ാം തീയതി വരെ നമുക്ക് ന്യൂ ഇയർ കേക്കിന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്കൊക്കെ ഉള്ളത് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗണേഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യുമ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴാണല്ലോ ഏതൊരു കേക്കും ഫിനിഷിങ് കിട്ടുക. അപ്പോൾ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിനിഷിംഗ് ഒക്കെ ഒന്ന് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിനിഷിങ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. താഴെ ഞാൻ ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത് മുകളിലായിട്ട് ഒരു പിങ്ക് കളർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം 1/2 kg കേക്കാണിത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു എന്താ പറയുക കോം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഗണേശാണ് കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ എല്ലാ കേക്കിനും എന്താ പറയുക കസ്റ്റമൈസ്ഡ് അല്ലാത്ത കേക്കിനൊക്കെ ഞാൻ ഇതുപോലെ ഗണേഷ് കൊടുക്കാറാണ് കേട്ടോ. ഷോപ്പിലേക്കുള്ളതൊക്കെ ആണെങ്കിൽ ഗണേശാണ് കൊടുക്കാറുള്ളത്. അത് കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഏത് ഡിസൈനാണ് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ അവരും സിമ്പിളായിട്ട് നോർമൽ ഡിസൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കൊടുക്കാറാണുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ.
പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടും ഈ ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗണേഷ് വെച്ചിട്ടൊക്കെ കേക്ക് ഡ്രിപ്പ് കൊടുക്കുന്ന സമയത്ത് നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റിന് റേറ്റ് കൂടുതൽ വാങ്ങിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഓരോരോ ഡൗട്ട് ഇട്ടാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊന്നും റേറ്റ് കൂടുതൽ വാങ്ങിക്കാറൊന്നുമില്ല. നോർമൽ ഡ്രിപ്പല്ലേ കൊടുക്കണുള്ളൂ, അതിന് കൂടുതലൊന്നും ചാർജ് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും ഞാനിവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ ഞാൻ 2 റോസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ക്രീം ബാക്കി വന്നിട്ട് 2 റോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യണത് ബാർബി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിങ് തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ബാർബി ഒക്കെ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും തലേദിവസം ക്രം കോട്ടിങ് ചെയ്ത് വെക്കുക, എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ പിറ്റേ ദിവസം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാർബിൻ്റെ മോൾഡിൽ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ബാക്കി ഞാൻ 6 ഇഞ്ചിലും അതുപോലെ 7 ഇഞ്ചിലും ആയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുത്തിക്കണം. ബ്രഷിനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തതിന് ഈ ഒരു ഡിസൈൻ വരുമല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് റോബി പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ഈ ഒരു ബാർബിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ പിങ്ക് കൊടുത്ത പോലെ തന്നെ വൈറ്റ് കളർ വെച്ചിട്ടും ഇതുപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈറ്റ് പേളാണെന്ന് തോന്നും ഇങ്ങനെ കാണുന്ന സമയത്ത്, അങ്ങനെയാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ബാർബിൻ്റെ ഫ്രോക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ മറ്റേ കേക്ക് ഒക്കെ ഡെലിവറി ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം മറ്റുള്ള 3 കേക്കും നേരത്തെ ചെയ്ത 3 കേക്കും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്തു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ബാർബിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ യോക്കിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബോഡി രണ്ടും കൂടി ജോയിൻ്റ് ആയി വരുന്ന ഭാഗത്തായിട്ട് വെറുതെ ഒരു എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ലൈൻസായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ചെറിയ പേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വൈറ്റ് കളറിലുള്ള പേഴ്സ് ഫുള്ള് ഈ ഒരു ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാർബിൻ്റെ ഡെക്കറേഷന്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു ബാർബി കേക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്പൈഡർമാൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാറിൻ്റെ കട്ടർ വെച്ചിട്ട് കാറ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പറായിട്ട് സ്പൈഡർമാനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ എനിക്കിതിൽ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ബാർബിനെ പാക്ക് ചെയ്യണം കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ 1 kg ബോക്സ് എടുക്കുക, ഏതാണോ ബേസ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബോക്സ് എടുക്കുക കേട്ടോ. ഇപ്പോൾ 9 ഇഞ്ചിലും നമ്മൾ 1 kg കൊടുക്കാറുണ്ട്, 10 ഇഞ്ചിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെയിം സൈസിലുള്ള ബോക്സ് എടുക്കുക. എന്നിട്ട് 2 ബോക്സിന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബാർബി കേക്കൊക്കെ കൊടുക്കണ നേരത്ത് ടോൾ കേക്കിൻ്റെ ബോക്സിലാണ് ചില ആൾക്കാർ കൊടുക്കാറില്ല, അതുപോലെ ടയർ കേക്ക് ചെയ്യുന്ന ബോക്സിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ബോക്സിൻ്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ടയർ കേക്കിൻ്റെ ബോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 100-150 രൂപയൊക്കെ ചാർജ് വാങ്ങിക്കാറുണ്ട്. അതുപോലെ ടോൾ കേക്കിൻ്റെ ആണെങ്കിൽ 50 രൂപ 70 രൂപ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 50 രൂപ കൂടുതൽ വാങ്ങിച്ചാൽ മതി 2 കേക്കിൻ്റെ ബോക്സും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബാർബി കേക്കൊക്കെ ഡെലിവറി ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഒരു 2-3-4 ഫ്രണ്ട്സുകൾ മാത്രം കേട്ടോ. അപ്പോൾ അന്ന് തിരക്ക്, പിന്നെ പിറ്റേ ദിവസത്തിന് കേക്ക് ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പരിചയമുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യണുണ്ട്. അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നാട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകണത്. അപ്പോൾ ഇവിടെ ചെമ്പ്രോട്ടം വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആ ഒരു ഇതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം വന്നിട്ടുള്ളത് തിരൂർ ചെമ്പ്രോട്ടം എന്ന് പറയും കേട്ടോ. അപ്പം ഈ ഒരു ചെമ്പ്രോട്ടം പാലം ഇപ്പോൾ ഒരുവിധം ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയണുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കർമ്മ റോഡ് എന്ന് പറയും. അവിടെ കുറച്ചൊരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക കേട്ടോ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇറങ്ങണം, ഒരു ചെറിയൊരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്.
അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കർമ്മ റോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു എന്താ പറയുക, പുഴയോട് ചേർന്നിട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു വ്യൂ കിട്ടുക. അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കപ്പിൾസായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരുപാട് പേരുള്ള കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ നിന്നിട്ട് ആണ് സംസാരിച്ചതും ഒക്കെ കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് കൂടെ ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ 4 പേരും ഇതേപോലെ 1ാം ക്ലാസ് മുതലുള്ള പരിചയമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം ഓർഡറൊന്നും ഇല്ലാത്ത കാരണം നല്ല റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് കേട്ടോ. കാരണം ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാണ്. പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും ടൈം ലേറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക വർക്ക് കഴിയുക, പിന്നെ ഉറങ്ങാനൊക്കെ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കാരണം നല്ല റിലാക്സ് ആയിരുന്നു, നല്ല കൂളായിട്ടാണ് അവിടെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞത് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഓർഡർ തിരക്ക് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പും അതുപോലെ എന്താ പറയുക ഫാമിലി ആയിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. ഇടയ്ക്കൊരു റിലാക്സിന് വേണ്ടി ഇതുപോലൊക്കെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെബീൽ പാർക്ക് എന്ന് പറയും, അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ അവിടെ ഞങ്ങൾ മജ്ലിസാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ചിട്ട് ടേബിളിൽ പോകില്ല. ഞങ്ങളൊക്കെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മക്കളും എല്ലാവരും കൂടി ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മജ്ലിസാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറേ സംസാരിച്ചിരുന്നു കേട്ടോ. ടൈം പോണതൊന്നും അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത്. പിന്നെ ഹസ്ബൻഡിനും ഉപ്പാക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ എന്താ പറയുക വീണ്ടും വീണ്ടും കാണാനൊക്കെ ഇങ്ങനെ തോന്നും. ഇപ്പോൾ ഇവർ നാട്ടിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മീറ്റപ്പൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ തിരക്ക് പിടിച്ചിട്ട് ചെയ്തെങ്കിലും അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മൊമെൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 1ാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും ആയല്ലോ. അപ്പോൾ ഞങ്ങൾ മാരേജ് കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താ പറയുക മക്കളായി, പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലായി. എന്നിട്ടും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുതന്നെ അൽഹംദുലില്ലാ. ഇനി ഒരുപാട് നാൾ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം എന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഈ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്